നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൊല്ലം കുന്നത്തൂർ മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയെ ഉറപ്പിക്കുന്നു RSP. ഇത്തവണയും ഉല്ലാസ് കോവൂർ തന്നെയാണ് UDF സ്ഥാനാർത്ഥി. ഔദ്യോഗിക പ്രഖ്യാപനത്തിന് മുൻപ് തന്നെ ഉല്ലാസ് കോവൂർ പ്രചാരണം തുടങ്ങിയിട്ടുണ്ട്. വികസന മുരടിപ്പ് പ്രചാരണ ആയുധമാക്കുമെന്നും മണ്ഡലത്തിനു വേണ്ടി സഭയിൽ ശബ്ദിക്കാത്ത കോവൂർ കുഞ്ഞുമോൻ MLAക്ക് ജനം മറുപടി നൽകുമെന്നും ഉല്ലാസ് കോവൂർ പറഞ്ഞു. സംസ്ഥാനം നിയമസഭാ തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞു. UDFനെ സംബന്ധിച്ചിടത്തോളം അഭിമാന പോരാട്ടമാണ്. അങ്ങ് ബേപ്പൂരിൽ ഇതിനോടകം തന്നെ PV അൻവർ തന്റെ പ്രചാരണത്തിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞു. തെക്കൻ കേരളത്തിലും UDFന്റെ മറ്റൊരു സ്ഥാനാർത്ഥി കൂടി തെരഞ്ഞെടുപ്പ് തിരക്കിലേക്ക് ഇറങ്ങുകയാണ്. കൊല്ലം ജില്ലയിലെ കുന്നത്തൂർ മണ്ഡലം RSPയുടെ മണ്ഡലമാണ്. ഇവിടെ ഉല്ലാസ് കോവൂറാണ് സ്ഥാനാർത്ഥി. തെരഞ്ഞെടുപ്പ് തിരക്കിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞു അല്ലേ? സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ ഔദ്യോഗികമായ പ്രഖ്യാപനം വന്നിട്ടില്ല. പക്ഷേ പാർട്ടിയുടെ തീരുമാനം സജീവമായി നിൽക്കാനാണ്. 2016 മുതൽ ഈ നിയോജക മണ്ഡലത്തിലെ 10 പഞ്ചായത്തിലും സജീവ സാന്നിധ്യമായി നിൽക്കുകയാണ്. ഐക്യ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകർ ആദ്യ തെരഞ്ഞെടുപ്പ് മുതൽ നെഞ്ചോട് ചേർത്തതാണ്. അതുകൊണ്ട് എല്ലാ പൊതു ഇടങ്ങളിലേക്കും സമരമുഖങ്ങളിലേക്കും നമ്മളെ ക്ഷണിക്കാറുണ്ട്. അതുപോലെ തന്നെ ഒരു പ്രതിപക്ഷ റോളിൽ തന്നെ ഈ നിയോജക മണ്ഡലത്തിൽ വികസനമില്ലായ്മ ചോദ്യം ചെയ്തുകൊണ്ട് നിൽക്കുന്ന ഒരാളെന്നുള്ള നിലയിൽ ഒരു പുതുമ അവകാശപ്പെടുന്നില്ല എങ്കിൽ പോലും സജീവമായി അവരോടൊപ്പം ഉണ്ട്. ഇത്തവണ അത് ഗുണകരമാകും എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ ആത്മവിശ്വാസം. കഴിഞ്ഞ തവണ കൈവിട്ടു പോയൊരു മണ്ഡലമാണ്. അത് ഇത്തവണ തിരിച്ചു പിടിക്കണം. അത് പൂർണ്ണ ആത്മവിശ്വാസത്തോടെയായിരിക്കും ഇറങ്ങുക. 100%. കാരണം ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളല്ല ഈ നാട്ടിൽ വികസനമില്ല എന്ന് പറയുന്നത്, ഈ നാടാണ്. അത് ഈ നാട്ടിലെ യഥാർത്ഥ ഇടതുപക്ഷ പ്രവർത്തകർ പോലും പറയുന്നുണ്ട്. കഴിഞ്ഞ 1/4 നൂറ്റാണ്ട് 25 വർഷക്കാലം സമീപ മണ്ഡലങ്ങളെ അപേക്ഷിച്ച് എന്ത് വികസനമാണ് നമ്മുടെ നാട്ടിൽ നടന്നിട്ടുള്ളത് എന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകർ പോലും ആശങ്കയോടെ പറയുന്ന ഒരു കാര്യമാണ്. അതോടൊപ്പം ഈ നാടും അതിന് അടിവരയിടുന്നുണ്ട്. അത് UDFന്റെ വിജയത്തിലേക്ക് ആ പ്രചരണം നയിക്കുമെന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് തർക്കമില്ല. ഇടത് കോട്ട തകർക്കാൻ കഴിയുമെന്നാണോ? ഇത്തവണ 100% അത് തകർക്കാൻ കഴിയുമെന്ന കാര്യത്തിൽ ഒരു തർക്കമില്ല. കാരണം നാട് ആഗ്രഹിക്കുന്ന ഒരു മാറ്റം. ക്യാമറമാൻ ശ്രീലാലിനൊപ്പം സൂര്യഗായത്രി, 24 കൊല്ലം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.